ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഷോർട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷോർട്ട് കുർത്തിക്ക് ഞാൻ പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൈയൊക്കെ വരുന്ന രീതിക്കുള്ള ഒരു ഷോർട്ട് കുർത്തിയുടെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിൽ ഞാൻ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിക്ക് ബ്രെൽ സ്ലീവ് പോലത്തെ പാകിസ്ഥാനി സ്ലീവ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ലീവാണ് ഇതിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് മാത്രമാണ് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നവർ കമൻറ്റും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വേഗം ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. 26 ഇഞ്ചാണ് കുർത്തിയുടെ ലെങ്ത്ത് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂട്ടി 28 ഇഞ്ചിൽ ആദ്യം തുണി ഇതുപോലെ 28 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ തുണി നമുക്ക് ഇങ്ങോട്ടൊന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഇത് 4 ഫോൾഡായിട്ട് കിട്ടും. തുണിയിൽ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും അയൺ ചെയ്തിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വിഡ്ത്ത് ഉണ്ടോ നോക്കാം. ഒരു 12, 13, 14 ഇഞ്ച് വരെയൊക്കെ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇടാറുണ്ട്. സ്ലിറ്റ് വെച്ചിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈടെയാണ് ഫോൾഡ് വരുന്ന ഭാഗം, ഇത് ഓപ്പൺ വരുന്ന ഭാഗമാണ്. അവിടുന്ന് നമുക്ക് സ്ലീവ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം മാർക്ക് ചെയ്ത് തുടങ്ങാം. നോർമൽ നെക്കൊക്കെയാണ് കൊടുക്കാൻ വിചാരിച്ചത്. നെക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇതാ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ മാർക്കിംഗ് ഒന്ന് ജസ്റ്റ് താഴെയും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു മുകളിൽ നിന്ന് താഴത്തേക്ക് ആം ഹോളും 6.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മാർക്കിങ് ശരിക്കും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. അപ്പോൾ ഇതായി നമ്മളൊരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടിന്റെ 4/1 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോള് കുഴിച്ചൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് കയ്യിൽ തുമ്പ് ഞാൻ എപ്പോഴും എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട്. 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. ഞാനൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടി ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവസാനം വെട്ടിക്കളയാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ആം ഹോളും ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വരച്ചു കൊടുക്കണം. അത് നമുക്ക് ഇതായിപ്പോൾ തന്നെ കുഴിച്ചിട്ട് വരച്ചു കൊടുക്കാം. കുഴിച്ച് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് 13 ഇഞ്ചും 19 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. 13 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 9.25 ഷേപ്പായിട്ട് എടുക്കുന്നത്. അതിൻ്റെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 19 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ സ്ലിറ്റ് വരുന്ന വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 10.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 10.5 ഇഞ്ചും അവിടെ ഞാൻ 1.5 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് സ്ലിറ്റ് തയ്ക്കാനുള്ളതാണ്. അപ്പോൾ 1 ഇഞ്ച് മതി. എന്തെങ്കിലും കുറച്ചിൽ വരണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഈ ഒരു 3 പോയിന്റ്സും ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അതേപോലെ തയ്യൽ തുമ്പിട്ടതും വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിന്റെ താഴത്തെ വീതി നമുക്ക് ഇവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലും 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതും സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെറിയൊരു ഷേപ്പിൽ ഞാൻ ഇതാക്കുന്നുണ്ട്. ഞാനിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാറില്ല. ചെറിയൊരു 1/2 ഇഞ്ചോളം കയറ്റിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഷോൾഡർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കാം. നെക്ക് വിട്ട് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്
അതും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഇത് ലൈനിങ് ആക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതായതുകൊണ്ട് നെക്ക് ക്യാൻവാസിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്തതിലൂടെ വേണം ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തിട്ടു നമുക്കിവിടെ ഷോൾഡർ ഡ്രോപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിറ്റ് മാർക്ക് ചെയ്ത് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ സെയിം മാർക്കിങ് ജസ്റ്റ് ഒന്ന് താഴത്തും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തിയതിന് ശേഷം ഈ മുകളിലെ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് മാറ്റിയാക്കാം. ഒരു പീസ് മാറ്റി വെച്ചു. എന്നിട്ട് ഇത് ആദ്യത്തെ പോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ആം ഹോള് 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തു. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. ഇനി ബാലൻസ് വന്ന തുണി ഇതായിട്ട് പോലെ ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് മുകളിൽ ലെവലാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച ടോപ്പിന്റെ ബാക്ക് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ട് എടുക്കണ്ട, ബാക്ക് പാർട്ട് എടുക്കുക. അതിൻ്റെ ആം ഹോൾ നമ്മൾ വെട്ടിയിരുന്നില്ലേ, ആ ഒരു ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒഴിവാക്കി പിടിക്കുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു 1/2 ഇഞ്ച് ഒഴിവാക്കിയതിന് ശേഷം ഇതൊന്ന് കറക്റ്റായിട്ട് നമ്മുടെ ആ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നമ്മളൊരു നോട്ട്സ് ഇട്ട് കൊടുത്തായിരുന്നു. ആ നോട്ട്സ് ഈ ലൈനിൽ മുട്ടത്തക്ക രീതിക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിന്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ തുണി കുറച്ച് കുറവായതുകൊണ്ട് തയ്യൽ തുമ്പ് ഒരുപാടൊന്നും ഉണ്ടാവില്ല. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന്റെ ലെങ്ത് നമുക്ക് വേണ്ടത് ഈ ഒരു നമ്മുടെ ഈ ഒരു ബോൺ വരുന്നില്ലേ, അവിടെ വരെയാണ് ഞാൻ സ്ലീവ് ലെങ്ത് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ 22 ഇഞ്ച് എടുത്താൽ മതി. 22ന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 24 തന്നെ നമുക്ക് എടുക്കാം. 24 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 24 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുത്തെ വീതി നമുക്കിപ്പം 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. ആ 9 ഇഞ്ച് നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴെ ഒരു ബെൽ സ്ലീവ് പോലെ കിടക്കാനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 24ന്റെ സെൻറ്റർ 12 വരും. ഈ 12 ഇഞ്ചിൻ്റെ അവിടെ നമുക്കൊരു ഈ ഒരു ഭാഗത്തെ വണ്ണം, നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗത്തെ ഒരു വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കിപ്പോൾ ഒരു 5.5 ഇഞ്ച് കൊടുക്കാം. 5.5 ഇഞ്ച് കൊടുത്തു. ഇനി ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് തയ്യത്തും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ തയ്യൽ തുമ്പ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഷേപ്പൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഈ തുണി എടുത്തിരുന്നത്, അതുകൊണ്ടാണ് തുണി കുറച്ച് കുറഞ്ഞത്. നമുക്കൊരു 2 മീറ്ററൊക്കെ ഈ ഒരു സ്ലീവ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പൊ ഞാൻ ദേ ഇവിടെ നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ആം ഹോള് കുഴിച്ച് 1/2 ഇഞ്ച് കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് കുഴിച്ച് കട്ട് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് ഇത്രയും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച്. പിന്നെ നമുക്ക് നെക്ക് ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം.
5 ഇത് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് ആദ്യം വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിതാ ഇതൊരു ബോക്സ് ആക്കി വരച്ചു കൊടുത്തു. ഇനി ഈ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊരു ലൈൻ ആദ്യം വരച്ചു കൊടുക്കാം. ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിന്റെ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഡീപ്പായിട്ടുള്ള ഒരു യു ഷേപ്പ് വരച്ചെടുക്കാം. ഒരു ഡീപ്പ് യു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് നമുക്ക് അവിടെ ഒരു ഹാഫ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ചിൽ 1/2 ഇഞ്ചായിപ്പോയി. ഒരു ഹാഫ് റൗണ്ട്. ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന നെക്ക് ഡിസൈൻ ഒന്നും അല്ല. അപ്പം ഇതിന് എങ്ങനെ വരുന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കാം. നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ തന്നെ നിന്നോട്ടെ. നെക്കിന് കുറച്ചും കൂടി ഒരു ഇത് കിട്ടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. ക്യാൻവാസ് കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ഈ മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെയാണ് ക്യാൻവാസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് കാണുമ്പോൾ ചിരി വരുന്നു. എന്നാലും നമുക്ക് ചെയ്തേക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നെക്ക് വെട്ട് കൂടി പോവില്ല. തുണിയിലേക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഈസി. അപ്പോൾ നമുക്കിതൊന്ന് തുണിയിലേക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്യാൻവാസ് ഒരു പീസ് തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം നെക്ക് വിഡ്ത്തിലും ലെങ്ത്തിലുമായിട്ട് ഞാൻ ബാക്ക് നെക്കും കട്ട് ചെയ്ത് ഇതുപോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്കാണ് ബാക്കിൽ കൊടുക്കുന്നത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഈ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ 3 സൈഡിലുമായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തുണി ഇങ്ങനെ വിട്ടു കൊടുക്കുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ട് അതും നമുക്കൊരു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് നോച്ച് കൊടുക്കാം. എന്നിട്ട് സെൻറ്റർ ടു സെൻറ്റർ നല്ല വശത്തേക്ക് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ അരികിലൂടെ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിൽ എക്സ്ട്രാ വരുന്ന പീസിന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇത് ഞാൻ വേഗം മോൻ എണീക്കുന്നതിന് ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്നുള്ള രീതിക്കാണ് ഇത്ര ഫാസ്റ്റായിട്ട് പെർഫെക്ഷൻ ഒന്നും നോക്കാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഇത് എൻ്റെ ടോപ്പുമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു മടി എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതായത് ഇതുപോലെ ഇതെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഇവ മറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ഇങ്ങനെ വെച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ എന്നിട്ട് ഇവിടെ എനിക്ക് ഫീഡിങ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഫീഡിങ് സിപ്പ് ആഡാക്കി കൊടുത്തു. ഫീഡിങ് സിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ വരെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നേരത്തെ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ സ്ക്വയറിൽ അടിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഫിനിഷ് ചെയ്തതുപോലെ തന്നെയാണ് ഈ നെക്കും ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ബോഡി പാർട്സും എടുത്തിട്ട് നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്ത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പം വിചാരിക്കാണ്ടാണ് ഫീഡിങ് സിബ് ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് 1 ഇഞ്ചോളം നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫീഡിങ് സിബ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ 1 ഇഞ്ച് ഷോൾഡറിൽ ഞാനിപ്പോൾ അധികം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പം ഷോൾഡർ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിനായിരുന്നേ. ഇപ്പം ഷോൾഡർ കുറച്ച് കയറിയിട്ട് ഇനിയിപ്പോൾ ഉണ്ടാവുക. എന്നാലും കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും കഴിയില്ല. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ച ആ സ്ലീവ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതിന് മുന്നേ നമ്മളതൊരു കർവ് ഷേപ്പ് കൊടുത്തിട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു 1 ഇഞ്ചോളം കയറ്റിയിട്ട് നമുക്കിങ്ങനെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് താഴെ ഭാഗം ആദ്യം ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ കുഴിച്ച് വെട്ടിക്കൊടുത്ത ഭാഗം, ഇത് ബാക്ക് വശത്തേക്കുള്ള ഭാഗം. അപ്പോൾ അത് കണക്കായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഭാഗം ഫ്രണ്ടാണ് വരേണ്ടത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തേക്കുള്ളത് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് പിടിച്ച് പോയിട്ട് ഇവിടെ നമുക്ക് ഇത്രയും കുറവ് വന്നു, കാരണം നമ്മൾ ഒരു ഇത് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ പീസ് ജോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ തയ്യൽ തുണിൻ്റെ കുറവേ വരുള്ളൂ. ഷോൾഡർ വരുന്നത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് പോയിട്ട് നമുക്ക് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ സ്ലീവ്സൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിച്ചു കൊടുക്കാം. നമ്മൾ സ്ലിറ്റ് എവിടെയാണോ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നോട്ടിയിട്ട് നമ്മൾ ഷേപ്പിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് അടിച്ചു കൊടുക്കാം. സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതികളൊക്കെ ഞാൻ മുന്നേ 2-3 വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മുകളിൽ കാർട്ടിലായിട്ടോ കൊടുക്കാം. അതുകൊണ്ട് ഇതിലിപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. സ്ലിറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്ത് ഫ്രണ്ടിലായിട്ട് ലേസും വെച്ച് കൊടുക്കാം. പിന്നെ താഴെ ഭാഗം ബാക്കിൽ നോർമലായിട്ട് മടക്കി അടിച്ചും കൂടി കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്തിട്ട് പോകാൻ പറ്റും. ഞാൻ ഈ സ്ലീവൊക്കെ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ കരുതി വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.